ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ ആദ്യ സീസൺ തൊട്ട് ISLൽ പങ്കെടുത്തു പോരുന്ന ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരുപാട് ആരാധക കൂട്ടത്തെ അവകാശപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാറുണ്ട്. 3 തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 3 തവണയും ക്ലബ്ബ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരുപാട് സൂപ്പർ താരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഓൾ ടൈം 11 ഇപ്പോൾ ISL പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ആ ഒരു ലേഖനം കാണാൻ കഴിയും. അതിൽ ഉൾപ്പെട്ട 11 താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ കളിച്ച ഓരോ പൊസിഷനിലെയും ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരിപ്പോൾ ഈ ഒരു 11 നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഇടം നേടിയിട്ടുള്ളത് പ്രഭ്സുഗൻ ഗില്ലാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 20ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് ഇദ്ദേഹം. ഇനി മറ്റൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ, റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ സന്ദീപ് സിംഗ് ആണ് അവിടെ ഇടം നേടിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ ഈ ഇന്ത്യൻ താരം കളിച്ചിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ജസൽ കാർണേറോ വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസൽ കാർണേറോ. ഇനി സെൻറ്റർ ബാക്ക് പൊസിഷനിൽ 2 താരങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സന്ദേശ് ജിങ്കൻ അവിടെയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് കാലം കളിക്കുകയും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത താരമാണ് സന്ദേശ് ജിങ്കൻ. അതുപോലെ തന്നെ വിദേശ താരമായിക്കൊണ്ട് സെഡ്രിക് ഹെങ്ബേർട്ട് ആണ് വരുന്നത്. ആരാധകർ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത താരമാണ് ഹെങ്ബേർട്ട്. അതുപോലെ തന്നെ ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ജീക്സൺ സിംഗ് ആണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനയായിക്കൊണ്ട് പ്രവർത്തിച്ച താരമാണ് ജീക്സൺ സിംഗ്. ഇനി സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ അഡ്രിയാൻ ലൂണയുണ്ട്. ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന താരമാണ് ലൂണ, ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് സഹൽ അബ്ദുസമദ് വരുന്നു. ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം സഹൽ നടത്തിയിട്ടുണ്ട്. ഇനി റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് CK വിനീതിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളി താരമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് ഇയാൻ ഹ്യൂം വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെജൻഡുമാരിൽ ഒരാളാണ് ഇയാൻ ഹ്യൂം. ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണ്. സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാളാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ്. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഓൾ ടൈം 11 ആയിക്കൊണ്ട് ഇവർ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിന്റെ പരിശീലകനായിക്കൊണ്ട് ഇവാൻ വുക്കുമനോവിച്ച് ആണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഏതായാലും ISLന്റെ ഈ 11മായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.